വരുവിൻ വരുവിൻ സോദരരെ, ഒന്നായി ചേരാം അണിചേരാം, ഒന്നായി ചേരാം അണിചേരാം, നീതിക്കായി തീയാവാം, നീതിക്കായി തീയാവാം. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. ഇവിടെ എല്ലായിടത്തും ജീവിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ സമരം ചെയ്യുക. അതേസമയം ഭരണകൂടത്തിലുള്ളവർ നല്ല സുഖിച്ച് എല്ലാം അനുഭവിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ട്. അല്ലാതെ പോയി ഞാൻ ഈ കേരളത്തിൽ കറുപ്പ് മാത്രം ഇതാണ് ഒരു കാരണമെന്ന് ടി വി കണ്ടതാ. മുഖ്യമന്ത്രി വലിയ സന്നാഹത്തോടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി നിർത്തി ഇതുപോലെ യൂണിഫോം ഉള്ള കുറെ പേര് മുകളിൽ കയറി ഒരു മരിച്ച വീട്ടിൽ ഒരു കറുത്ത പൊടി വെച്ചിരുന്നത് പോലും അഴിച്ചു മാറ്റി. അപ്പം എൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ എനിക്ക് സ്വകാര്യത്തിന് പോലും അനുവാദമില്ല. അന്ന് മുതലാണ് ഞാൻ കേരളത്തിൽ കറുത്ത സാരി. ഇന്ന് നിങ്ങളുടെ പള്ളിയിലെ അവാർഡ് ഇതൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഞാനവിടെ എൻ്റെ കേരളത്തിൽ ഞാൻ കൂടുതൽ കറുത്ത എന്നെയും കറുത്ത് വിട്ടാൽ അയാളുടെ ഹോബിയായ എന്തൊക്കെയാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. ഇത് ഒരു അവകാശങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് പേഴ്സണലി ഇപ്പം വരാൻ ഉള്ള സാഹചര്യമല്ല, അല്ലെ ഞാനിവിടെ വന്ന് കിടന്നേനെ. കാരണം എനിക്കിപ്പോൾ 12,000 മക്കളുണ്ട്. അവരൊന്നും ലിസ്റ്റിലൊന്നും ഉള്ളതല്ല. അവർക്ക് വേണ്ടിയിട്ട് അത്രയും ദിവസം കിടന്നുറങ്ങി അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും നോക്കാം. ഇത്ര ദിവസം ഇങ്ങനെ വരുന്നു എന്നാൽ എല്ലാവരും നിരാഹാരമാണ്. ഏതായാലും എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യവും എന്തൊക്കെയാണ് നമ്മുടെ നയംബുദ്ധിയോട് അത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാം.